ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ റെഡിയാക്കാൻ പോണത്. വളരെ സിമ്പിളാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്ത് കാണാത്തൊരു വെറൈറ്റി ഐറ്റം തന്നെയാണ്. ചൂട് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞാരോ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്നാലാണ് ഞാൻ അടുത്തതായിട്ടിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ. അപ്പോൾ നമ്മളൊരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവോള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ സവോളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചെറിയുള്ളി ആയാലും ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു കപ്പോളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് ഞാനിവിടെ ഒരു 5-6 എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ട് ഒരു 5-6 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നല്ല എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ നമ്മളിതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പച്ചമുളക് നമ്മളിതിൽ കുറച്ച് അധികം തന്നെ ചേർക്കണം കേട്ടോ. പച്ചമുളകിൻ്റെ എരിവാണ് നമുക്കിതിൽ മെയിനായിട്ട് മുന്നിട്ട് നിൽക്കേണ്ടത്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി ഞാൻ ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി നമ്മളിതിലേക്ക് ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. പേസ്റ്റ് ആക്കിയിട്ടോ ചതച്ചിട്ടൊന്നും ചേർക്കരുത് കേട്ടോ. ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ആ ഇഞ്ചിയൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇങ്ങനെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. നമുക്കിതിലേക്ക് പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കപ്പ പുഴുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുള്ള കപ്പയാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാടൊന്നും വേണ്ട, നമുക്ക് കുറച്ച് മതി, ഏകദേശം ഒരു കപ്പോളം മതി. അപ്പോൾ ഇതേ നമ്മൾ ഉപ്പിട്ട് വേവിച്ച കപ്പ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ നമുക്ക് മെയിനായിട്ട് കപ്പയുടെയും അതുപോലെ തന്നെ ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും സവാളയുടെയൊക്കെ ആ ഒരു ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ. ഇതിലേക്ക് പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കപ്പളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി ആയാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അതേ ടേബിൾ സ്പൂണിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നമ്മളെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിപ്പൊടി നമ്മൾ വറുത്തരിപ്പൊടി, നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ അരിപ്പൊടി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമുക്ക് ചെറിയൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഈ ഒരു സ്നാക്കിൻ്റെ പുറമേക്ക് ചെറിയൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കപ്പ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും, നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ കഴിക്കുമ്പോൾ. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മല്ലിയിലൊക്കെ ഇതിൽ നന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ ഈ ഒരു കപ്പയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ഇതിലൊന്ന് മിക്സ് ആവാനുണ്ട്. അപ്പോൾ കട്ടകളായിട്ടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ സവോളയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് ഞെരടി എടുക്കണം. അപ്പോഴാണ് അതിൻ്റെ എരിവും ആ ഒരു സ്മെല്ലൊക്കെ കറക്റ്റായിട്ട് ഇതിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളിതിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഇത്തിരി ഡ്രൈ ആയിട്ടാണ് പിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കി പോകരുത്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അധികം വെള്ളം ആവശ്യമില്ല ഇതിലേക്ക്. ഇതൊന്ന് മിക്സ് ആയിട്ടൊന്നൊരു മാവ് പോലെ കുഴഞ്ഞ് വരാനുള്ള ഒരു വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഒരുപാട് വെള്ളം വേണ്ട. അപ്പോൾ വെള്ളം നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കുഴച്ചാൽ മതി. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കണം, ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ട് ഒലിക്കുന്ന പരുവത്തിലാവരുത് കേട്ടോ. ഇതുപോലെ വേണം നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി വെക്കാം.
അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഞാൻ കയ്യിലൊരല്പം വെളിച്ചെണ്ണ ഒന്ന് പരട്ടി കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ടായാലും മതി. അപ്പോൾ നമുക്ക് കൈ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ചേശം എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ ഷേപ്പാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കി എടുക്കാം കേട്ടോ. പരിപ്പുവട പോലെ കട്ട്ലേറ്റ് പോലെ എങ്ങനെ വേണമെങ്കിലും ആക്കാം. ഞാനിവിടെ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ആക്കുന്നത്. പിന്നെ ബോൾസ് ആക്കുമ്പോൾ ഒരുപാട് വലിയ സൈസിലുള്ള ബോൾസ് ആക്കരുത്. ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് കുക്കായിട്ട് വരാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ നമ്മളിതുപോലെ ചെറിയ സൈസിലുള്ള ബോൾസ് ആക്കി എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാനിതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഒന്ന് ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബോൾസ് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്തെടുക്കരുത്. ഇതിൻ്റെ പുറമേക്ക് പെട്ടെന്ന് ഡാർക്കായി പോവുകയും ചെയ്യും. ഉള്ളിൽ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറായാൽ മതി, ഒരുപാട് ഡാർക്ക് ആവണ്ട. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കോരി എടുക്കാം കേട്ടോ. ഇപ്പോൾ കറക്റ്റായിട്ട് കുക്കായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ കോരി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. നമുക്ക് ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി കോമ്പിനേഷനാണ്. നല്ല എരിവൊക്കെ കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. പുറമേക്കാണ് നല്ല ക്രിസ്പിനെസ് ഉണ്ടാവുക, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി തീർച്ചയായിട്ടും കപ്പ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്യത്യസ്തമായ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള വെറൈറ്റി ഈവനിങ് സ്നാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും നിങ്ങളുടെ കുക്കിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയവരും വിട്ടുപോയവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനായിട്ട് ആരും മറന്നു വരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല ടേസ്റ്റിയും വെറൈറ്റിയും ഹെൽത്തിയുമായിട്ടുള്ള അടിപൊളി റെസിപ്പികളും ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്